ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റം എന്ന വെബ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്കാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നായകൻ എഴുതിയ ബുക്കെല്ലാം ഫ്ലൈറ്റിൽ ഇരുന്ന് വായിച്ചു നോക്കുന്ന ഒരു പാസഞ്ചറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം എയർ ഹോസ്റ്റസ് അയാളുടെ കയ്യിൽ നിന്നും ആ പുസ്തകം കയ്യോടെ പിടികൂടുന്നു. അവർ ഇതുപോലത്തെ പുസ്തകമെല്ലാം വായിക്കുന്നതിൻ്റെ പേരിൽ ആ പാസഞ്ചറെ വഴക്കെല്ലാം പറഞ്ഞ ശേഷം ആ ബുക്ക് അവർ അവരുടെ ക്യാബിനിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ക്യാബിനിലെത്തിയ എയർ ഹോസ്റ്റസ് ആ ബുക്കെല്ലാം ഓപ്പൺ ചെയ്ത് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അതെല്ലാം എടുത്ത് വായിച്ചെല്ലാം നോക്കുന്നു. ഈ സമയം ഫ്ലൈറ്റിൽ എല്ലാവരും ഉറങ്ങിയത് കണ്ട് ആ പാസഞ്ചർ നേരെ എയർ ഹോസ്റ്റസിന്റെ ക്യാബിനിലേക്ക് വരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ തന്റെ സുഹൃത്തിനോടൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം നായകന്റെ മാമൻ അവിടേക്ക് വന്നുകൊണ്ട് അവനോട് മധുവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നമെല്ലാം താൻ സോൾവ് ചെയ്തുവെന്നും അതിനെക്കുറിച്ചോർത്ത് ഇനി നീ മദ്യപിക്കേണ്ട ആവശ്യമില്ല എന്നുമെല്ലാം നായകനോട് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഗോപാലിൻ്റെ കൂടെ നടന്നു പോകുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായകൻ ഗോപാലിനോട് അവൻ മധുവിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് നീ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്നുമെല്ലാം പറഞ്ഞ് അവനെ സൈഡിൽ നിർത്തിക്കൊണ്ട് നേരെ മധുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം മധുവിൻ്റെ കൂടെ അവളുടെ രണ്ട് സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. മധു അവരെയെല്ലാം നായകന് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവർ തമ്മിൽ കുറച്ചു നേരമെല്ലാം അവിടെ സംസാരിച്ചു നിൽക്കുന്നു. മധു നായകനോട് അവൻ എങ്ങനത്തെ പുസ്തകങ്ങളാണ് എഴുതുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ആ സമയം അവൻ എഴുതുന്ന പുസ്തകങ്ങളെപ്പറ്റി പറയാൻ മടിയായതുകൊണ്ട് താൻ ഒരു ഫിക്ഷണൽ നോവലാണ് എഴുതുന്നത് എന്നുമെല്ലാം അവളോട് കള്ളമായി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ആ നാട്ടിലെ ഒരു പലചരക്ക് കടയാണ് കാണിക്കുന്നത്. ആ സമയം സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി ചോട്ടി എന്ന ലേഡിയും ആ കടയിലേക്ക് വരുന്നു. എന്നാൽ സാധനങ്ങളെല്ലാം വാങ്ങി പോകാൻ നേരം ആ ലേഡിക്ക് ആ കടക്കാരൻ ഒരു ഷാമ്പു എല്ലാം ഗിഫ്റ്റായി കൊടുക്കുന്നത് കണ്ട് നായകൻ ഈ കാര്യമെല്ലാം നോട്ടീസ് ചെയ്യുന്നു. നായകൻ ആ കടക്കാരനോട് വല്ലപ്പോഴും തനിക്കും ഇതുപോലത്തെ ഗിഫ്റ്റ് എല്ലാം തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ കടക്കാരൻ ഒരു പരിങ്ങലോടെ ഈ കട മൊത്തം നിനക്ക് ഫ്രീ ആയി തരൂലേ എന്നുമെല്ലാം തമാശ രൂപേണ അവനോട് പറയുന്നു. ഈ സമയം നായകന്റെ മനസ്സിൽ അവന്റെ അടുത്ത കഥയ്ക്കുള്ള സ്റ്റോറിയെല്ലാം ലഭിക്കുന്നു. അങ്ങനെ നായകൻ ഈ കടക്കാരനും ചോട്ടിയും കൂടി റൊമാൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറിയെല്ലാം എഴുതി പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായകന് അവൻ എഴുതിയ പുസ്തകമെല്ലാം അവന്റെ മാമന്റെ റൂമിൽ നിന്നും ലഭിക്കുന്നു. താൻ എഴുതുന്ന ഈ പുസ്തകമെല്ലാം താൻ പോലും അറിയാതെ തന്റെ വീട്ടിൽ വന്നത് കണ്ട് നായകന് വളരെയധികം വിഷമം വന്നു. അവിടെ കട്ട് ചെയ്ത് കോളേജിൽ നിന്നും ഇറങ്ങി വരുന്ന മധുവിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവർ കോളേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അവരുടെ വാച്ച്മാൻ നായകൻ എഴുതിയിട്ടുള്ള ബുക്സ് എല്ലാം വായിക്കുന്നത് കണ്ട് ഇതുപോലത്തെ വൃത്തികെട്ട ബുക്കെല്ലാം വായിക്കുന്നതിൻ്റെ പേരിൽ മധു വാച്ച്മാനോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ വാച്ച്മാൻ ഇത് റിപ്പോർട്ട് ചെയ്താൽ തൻ്റെ ജോലിയെല്ലാം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മധുവിനോട് അവിടെ വെച്ച് മാപ്പെല്ലാം പറയുന്നു. മധു ആ ബുക്കുമായി നേരെ നായകൻ്റെ അടുത്ത് വന്നുകൊണ്ട് താനും വാച്ച്മാനും തമ്മിലുണ്ടായ പ്രശ്നത്തെ പറ്റിയെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട നായകൻ മധുവിന് ഇങ്ങനത്തെ പുസ്തകമൊന്നും ഇഷ്ടമല്ലെന്നും അതുകൊണ്ട് ഇതെഴുതിയത് താനാണ് എന്നെങ്ങാനും പറഞ്ഞാൽ അവൾ ഒരിക്കലും തന്നെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പെല്ലാം ആവുന്നു. നായകൻ ഉടൻ തന്നെ ആ പബ്ലിഷറെ ചെന്ന് മീറ്റ് ചെയ്തുകൊണ്ട് താൻ ഇനി മുതൽ ഇതുപോലത്തെ ബുക്സ് ഒന്നും എഴുതില്ല എന്ന് അയാളോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട പബ്ലിഷർ നായകനെ ഒരു ആക്രിക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവരോട് അവിടെ ആർക്കും വേണ്ടാതായി കിടക്കുന്ന പുസ്തകങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിൽ ഷേക്സ്പിയറിന്റെ എല്ലാം ബുക്ക് കെട്ടിക്കൊടുക്കുന്നത് കണ്ട് നായകനോട് പബ്ലിഷർ ആ ബുക്കൊന്നും വാങ്ങാൻ വേണ്ടി ഈ നാട്ടിൽ ആളില്ലെന്നും മസ്റ്റം സീരീസ് നിർത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ നഷ്ടം നിനക്കായിരിക്കുമെന്നുമെല്ലാം പബ്ലിഷർ നായകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ആ നാട്ടിലെ മിനിസ്റ്ററെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം മിനിസ്റ്റർ ബിസിനസ്സുകാരൻ വരാൻ വേണ്ടി ലേറ്റ് ആയതിൻ്റെ പേരിൽ അയാളെ വഴക്കെല്ലാം പറയുന്നു. മിനിസ്റ്റർ തൻ്റെ പിയോട് സമയമാകുമ്പോൾ ക്യാബിനിലേക്ക് വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ അയാളുടെ ക്യാബിനിലേക്ക് പോകുന്നു. ക്യാബിനിലെത്തിയ മിനിസ്റ്റർ കുറേ നേരം അയാൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഫയലുകളെല്ലാം പരിശോധിച്ചെല്ലാം അവിടെ ഇരിക്കുന്നു. എന്നാൽ ക്ലോക്കിൽ ഒരു സമയമായ ഉടൻ തന്നെ സെക്രട്ടറി ആ റൂമിലേക്ക് കയറി വരുന്നു. അതിനുശേഷം ഇരുവരും കൂടി ഒരു ഫോൺ കോളിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു. എന്നാൽ കോൾ വന്ന ഉടൻ തന്നെ മിനിസ്റ്റർ ഈ ആഴ്ചത്തെ മസ്റ്റം സീരീസിലെ സ്റ്റോറി എന്താണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. മിനിസ്റ്റർ ഫോണിലൂടെ ആ സ്റ്റോറിയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സെക്രട്ടറിയുമായി അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്ത് പബ്ലിഷറായി മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം പബ്ലിഷർ നായകന് കുറേയധികം പൈസയെല്ലാം കൊടുത്തുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും സ്റ്റോറി എഴുതാൻ വേണ്ടിയെല്ലാം സപ്പോർട്ടെല്ലാം ചെയ്യുന്നു. കുറേയധികം പൈസയെല്ലാം കിട്ടിയതിൽ നായകന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവൻ പൈസ കിട്ടിയ സന്തോഷത്തിൽ വരുന്ന വഴിയിൽ ഒരാളുടെ കയ്യിൽ നിന്നും സെക്കൻഡായി സ്കൂട്ടറെല്ലാം മേടിക്കുന്നു. അവൻ ആ സ്കൂട്ടറും എടുത്തുകൊണ്ട് നേരെ മധുവിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവൻ അവിടെ ചെന്ന് മധുവിനെ പിക്ക് ചെയ്ത ഉടൻ തന്നെ അവിടെ നിന്നും അവരുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം മധു താൻ ഇത്ര നാൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് എന്നുമെല്ലാം നായകനോട് പറയുന്നു. ആ സമയം നായകൻ അവരുടെ കല്യാണത്തിന് ശേഷം അവർക്ക് ഈ ലോകം മുഴുവൻ ഒരുമിച്ച് നടക്കണമെന്നും അതെല്ലാം ലൈഫിലെ ഒരു മൊമെൻ്റ് പോലെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം എന്നുകൂടി അവളോട് പറയുന്നു.
അവിടെ കട്ട് ചെയ്ത് അന്ന് ഈവനിങ്ങിൽ വീട്ടിലേക്ക് വരുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം മാമൻ അവനോട് സ്കൂട്ടർ വാങ്ങാനുള്ള പൈസയെല്ലാം നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുമെല്ലാം അവനോട് ചോദിക്കുന്നു. എന്നാൽ ഈ ചോദ്യം കേട്ട നായകൻ സത്യം പറയാൻ പറ്റാത്തത് കൊണ്ട് മാമനോട് താൻ ആ പബ്ലിഷറുടെ കൂടെ ഒരു ഫിക്ഷൻ എഴുതിയിട്ടുണ്ടെന്നും അതിൻ്റെ സെയിലിൻ്റെ ഭാഗമായി അഡ്വാൻസായി തന്ന പൈസയാണ് ഇത് എന്നുമെല്ലാം മാമനോട് കള്ളമെല്ലാം പറയുന്നു. എന്നാൽ മാമൻ വീണ്ടും ചോദ്യമെല്ലാം ചോദിക്കുന്നത് കണ്ട് നായകൻ വിഷയം മാറ്റാൻ വേണ്ടി മാമന് ഒരു ട്രീറ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും നേരെ ബീവറേജിലേക്ക് പോകുന്നു. നായകൻ മാമന് ഇഷ്ടപ്പെട്ട ബ്രാൻഡെല്ലാം അവിടെ നിന്നും വാങ്ങി നേരെ തൻ്റെ സ്കൂട്ടറിലെല്ലാം എടുത്തുകൊണ്ട് വയ്ക്കുന്നു. എന്നാൽ ആ സമയം ഒരു സ്ത്രീ നായകനെ അടുത്ത് വന്ന് അവർ മധുവിൻ്റെ ആൻറ്റിയാണ് എന്നെല്ലാം പറഞ്ഞ് നായകനുമായി പരിചയപ്പെടുന്നു. ആ സമയം നായകൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഇനി ബസ്സൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലെന്നും അതുകൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുവിടാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ പിക്ക് ചെയ്ത് നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. നായകൻ അവരോട് അവരുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ആൻറ്റി അവരുടെ ഹസ്ബൻഡ് ഒരു വൈദ്യനായിരുന്നുവെന്നും എന്നാൽ കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോവുകയായിരുന്നു എന്നുമെല്ലാം നായകനോട് പറയുന്നു. നായകൻ വീട്ടിൽ മാമൻ ഒറ്റയ്ക്കാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്ന സമയം ആൻറ്റി ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായകനെ അവിടെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഈ സമയം നായകൻ്റെ മനസ്സിൽ പുതിയ ഒരു കഥയുടെ ഐഡിയ എല്ലാം തോന്നുന്നു. അവൻ ആൻറ്റിയുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി എല്ലാം പ്രിപ്പയർ ചെയ്ത് അതുമായി നേരെ പബ്ലിഷറുടെ അടുത്തേക്ക് ചെല്ലുന്നു. സ്റ്റോറി വായിച്ച പബ്ലിഷർക്ക് ആ കഥ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ സമയം നായകൻ പബ്ലിഷറോട് അവിടെ പ്രിന്റ് ചെയ്യുന്ന ഒരു ഫിക്ഷണൽ നോവലിൻ്റെ ഓതറായി നായകൻ്റെ പേര് അച്ചടിച്ചു തരണം എന്ന ആവശ്യമെല്ലാം പറയുന്നു. എന്നാൽ പബ്ലിഷർ നായകൻ്റെ ഈ ആഗ്രഹം ഒട്ടും സീരിയസ് ആയി എടുക്കാതെ തന്നെ ചെയ്തു തരാമെന്നുമെല്ലാം സിമ്പിളായി നായകനോട് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.